നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രോത്സവം ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. 3ാം തവണയാണ് രവികൃഷ്ണൻ ആനയോട്ടത്തിൽ ജേതാവാകുന്നത്. ആചാരപ്പെരുമയോടെ ക്ഷേത്രത്തിൽ ആനയില്ല ശീവേലിയും നടന്നു. കുന്നംകുളത്തിന്റെ വികസന ചരിത്രത്തിൽ പുത്തൻ നാഴികക്കല്ലായി മാറുന്ന താലൂക്ക് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 3-ന് റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കും. 2016-ൽ പ്രഖ്യാപിച്ച താലൂക്കിന് ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഫീസ് സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. യശശരീരനായ പ്രസിദ്ധ സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ ഗേഹമായ കിരാലൂരിലെ മാടമ്പ് മനയിൽ നാടകം ഒരുങ്ങുന്നു. ഞായറാഴ്ച സംഗീത നാടക അക്കാദമി നാട്യഗ്രഹത്തിലാണ് നാടകാവതരണം. KS പ്രതാപന്റെ സംവിധാനത്തിൽ എൻക്ലേവ് തിയേറ്റർ കളക്ടീവിന്റെ ബാനറിൽ മലയാളിയുടെ പ്രവാസ ജീവിതം പശ്ചാത്തലമാക്കി തുപ്പേട്ടൻ രചിച്ച തനതുരാവണം എന്ന നാടകമാണ് അരങ്ങിലെത്തുന്നത്. വാർത്തകൾ വിശദമായി. അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ പശ്ചിമേഷ്യ യുദ്ധക്കളമായി. രാവിലത്തെ ആക്രമണത്തിനുള്ള ഇറാന്റെ അതിശക്ത തിരിച്ചടിക്ക് പിന്നാലെ അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണം വീണ്ടും തുടങ്ങിയതോടെ സാഹചര്യം അതിരൂക്ഷമായിരിക്കുകയാണ്. തെക്കൻ ഇറാനിലെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ 5 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ പ്രതിരോധ സേന ഇന്ന് അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. മണിക്കൂറുകൾക്കകം ഇറാൻ ഇസ്രായേലിൽ ശക്തമായ ആക്രമണം നടത്തി. ഇതിനു പിന്നാലെ ഇസ്രായേൽ വ്യോമപാത അടച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തി. ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, അബുദാബി, സൗദി തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ലക്ഷക്കണക്കിന് പേരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. മലയാളികൾ ഉൾപ്പെടെ ആശങ്കയിലാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി. ഇതോടെ മലബാറിൽ നിന്നുള്ള 100 കണക്കിന് യാത്രക്കാരുടെ യാത്രയും മുടങ്ങി. ഗുരുവായൂർ ഉത്സവ വിശേഷം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. 3ാം തവണയാണ് രവികൃഷ്ണൻ ആനയോട്ടത്തിൽ ജേതാവാകുന്നത്. ഐതിഹ്യ പെരുമ ഉണർത്തി ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം ആരംഭിച്ചത്. മണിക്കൂറുകൾക്ക് മുമ്പ് ക്ഷേത്ര പരിസരം ജനനിബിഡമായിരുന്നു. മഞ്ജുളാൽ മുതൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം വരെ ഇരുവശത്തും കാണികൾ തിങ്ങിനിറഞ്ഞു. ക്ഷേത്രത്തിൽ നാഴികമണി 3 അടിച്ചതോടെ പാരമ്പര്യാവകാശികളായ കണ്ടിയൂർ പട്ടത്ത് വാസുദേവൻ നമ്പീശൻ അവകാശിയായ മാതേമ്പാട്ട് വേണുഗോപാൽ നമ്പ്യാർക്ക് കുടമണികൾ നൽകി. അദ്ദേഹം അത് പാപ്പാന്മാർക്ക് കൈമാറി. പാപ്പാന്മാർ മഞ്ജുളാൽ വരെ ഓടിയെത്തി കുടമണികൾ ആനകളെ അണിയിച്ചു. കാർത്തിക് മാരാർ ശംഖുമുഴക്കിയതോടെ ആനകൾ ഓട്ടം തുടങ്ങി. കഴിഞ്ഞ തവണ ജേതാവായ കൊമ്പൻ ബാലുവാണ് ആദ്യം കുതിച്ചത്. തൊട്ടുപിറകെ രവികൃഷ്ണനും കൃഷ്ണനാരായണനും ഓടി. ക്ഷേത്ര നടപ്പുര എത്തും മുമ്പ് രവികൃഷ്ണൻ ബാലുവിനെ പുറകിലാക്കി. നേരെ ഓടി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. ക്ഷേത്രത്തിനകത്ത് 7 പ്രദക്ഷിണം പൂർത്തിയാക്കിയ ജേതാവിനെ പാരമ്പര്യാവകാശിയായ ചൊവ്വല്ലൂർ നാരായണൻ വാര്യർ നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചു. ഇനി ഉത്സവം കഴിയുന്നതുവരെ വിജയിയായ ആന ക്ഷേത്രത്തിനകത്ത് തന്നെ കഴിയും. ശ്രീഭൂതബലിക്ക് തിടമ്പേറ്റുന്നതിനുള്ള അവകാശം ഈ കൊമ്പനാണ്.
10 ആനകളാണ് ഇത്തവണ ആനയോട്ട ചടങ്ങിൽ പങ്കെടുത്തത്. ജേതാവായ ആന ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതോടെ മറ്റാനകൾ കിഴക്കേ ഗോപുരനടയിൽ എത്തി ഗുരുവായൂരപ്പനെ വണങ്ങി തിരിച്ചുപോയി. തുടർന്ന് ആനയൂട്ടും ഉണ്ടായിരുന്നു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ, എൻ കെ അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ ACP വി സുരേഷ്, ടെമ്പിൾ SHO ജി അജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ആചാരപ്പെരുമയോടെ ആനയില്ലാ ശിവേലി നടന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉത്സവാരംഭ ദിവസം ആനയെ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആനയില്ലാതെ നടത്തിയ ശിവേലിയുടെ സ്മരണ ഉണർത്തിയാണ് ഇന്നും ഉത്സവത്തിന്റെ തുടക്ക ദിവസം രാവിലെയുള്ള ശിവേലി ആനയില്ലാതെ നടത്തുന്നത്. കഴകക്കാരായ വാര്യർ കുടുംബത്തിലെ അംഗങ്ങൾ വെള്ളി കുത്തുവിളക്കുകളിൽ ദീപം തെളിയിച്ച് ശിവേലിക്ക് അണിനിരന്നു. ശാന്തിയേറ്റ കീഴ്ശാന്തി ചെറുതയൂർ അജിത്ത് നമ്പൂതിരി ഗുരുവായൂരപ്പന്റെ ചൈതന്യപൂർണമായ തങ്കത്തിടമ്പ് കരങ്ങളിലേറ്റി മാറോട് ചേർത്തുപിടിച്ച് ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വെച്ച് ചടങ്ങ് പൂർത്തീകരിച്ചു. നാമജപവും വാദ്യവും ആനയില്ലാ ശിവേലിക്ക് അകമ്പടിയായി. 35 ആനകളുള്ള ക്ഷേത്രത്തിൽ വർഷത്തിൽ ഈ ഒരു ദിവസം മാത്രമാണ് ആനയില്ലാതെ ശിവേലി നടത്തുന്നത്. ഐതിഹ്യത്തെ അന്വർത്ഥമാക്കി ചടങ്ങ് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ ക്ഷേത്ര പരിസരത്ത് നിന്നും ആനകളെ മാറ്റി നിർത്തിയിരുന്നു. കുന്നംകുളത്തിന്റെ വികസന ചരിത്രത്തിൽ പുത്തൻ നാഴികക്കല്ലായി മാറുന്ന താലൂക്ക് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 3-ന് നടക്കുമെന്ന് AC മൊയ്തീൻ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2016-ൽ പ്രഖ്യാപിച്ച താലൂക്കിന് ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഫീസ് സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ 2016-ലാണ് 29 വില്ലേജുകൾ ഉൾപ്പെടുത്തി കുന്നംകുളം താലൂക്ക് പ്രഖ്യാപിതമാകുന്നത്. കക്കാടുള്ള മിനി സിവിൽ സ്റ്റേഷനിൽ പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ തന്നെ പുതിയ താലൂക്കിനും അനുബന്ധ ഓഫീസുകൾക്കുമായി സർവ്വസജ്ജമായ പുതിയ കെട്ടിടമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. കുറുക്കൻപാറയിലെ താഞ്ചൻകുന്നിൽ റവന്യൂ വകുപ്പിന് കീഴിലുള്ള വിശാലമായ 4.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 25 കോടി രൂപ ചെലവിൽ 4 നിലകളിലായി വിശാലമായ സൗകര്യങ്ങളോടെയാണ് താലൂക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. താലൂക്ക് ലീഗൽ മെട്രോളജി, സംസ്ഥാന GST, സിവിൽ സപ്ലൈസ്, ഇലക്ഷൻ, വ്യവസായം, ഫുഡ് സേഫ്റ്റി, സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ, ലാൻഡ് ട്രിബ്യൂണൽ, ഡയറി ഡെവലപ്മെന്റ്, ലേബർ, ജലസേചനം തുടങ്ങി നിലവിലുള്ള ഓഫീസുകൾക്കും താലൂക്ക് തലത്തിൽ വരാനിരിക്കുന്ന ഓഫീസുകൾക്കും സ്ഥലവും അടിസ്ഥാന സൗകര്യങ്ങളും ആസ്ഥാന മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 57,500 ചതുരശ്ര അടിയിൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ അമ്മു കൺസ്ട്രക്ഷൻസ് എന്ന കരാർ കമ്പനിയാണ് അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. മാർച്ച് 3 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ താലൂക്ക് കെട്ടിടം നാടിന് സമർപ്പിക്കും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വിശിഷ്ടാതിഥിയാകും. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷനാകും. ആലത്തൂർ MP K. രാധാകൃഷ്ണൻ, മുരളി പെരുന്നെല്ലി MLA എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. അപ്പോൾ ഒരു താലൂക്ക് ആസ്ഥാനവും ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രവും എന്ന നിലയ്ക്ക് കുന്നംകുളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലമാണ്. അത് ആ രീതിയിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീമാൻ K. രാജനാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുക്കും. അതുപോലെ തന്നെ ആലത്തൂർ MP K. രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ തന്നെ താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള മണലൂർ MLA മുരളി പെരുന്നെല്ലി ഇതിൽ പങ്കെടുക്കും. ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. വൈകിട്ട് 4:30 മുതൽ പ്രശസ്ത ഗായകൻ അലോഷി നയിക്കുന്ന ഗസൽ സന്ധ്യയും അരങ്ങേറും. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, തഹസിൽദാർ OB ഹേമ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിമോൾ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തെ അപമാനിക്കുന്ന കേരള സ്റ്റോറി 2 സിനിമയ്ക്കെതിരെ പ്രതിഷേധവുമായി DYFI. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്തെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അവമതിപ്പിനിടയാക്കുന്ന വിധം സിനിമ ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജനങ്ങൾക്കിടയിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സാഹചര്യം സൃഷ്ടിക്കാനുള്ള സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അജണ്ടയുടെ ഭാഗമായി നിർമ്മിച്ച കേരള സ്റ്റോറി 2 സിനിമ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിനിമ പ്രദർശിപ്പിക്കുന്ന കുന്നംകുളം ഭാവന തിയേറ്ററിലേക്കാണ് DYFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ഷിനാസ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത്, സെക്രട്ടേറിയറ്റ് അംഗം KA സൈഫുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹസൻ മുബാറക്, NS ജിഷ്ണു, KU സരിത,
യദുകൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് നേതാക്കളായ UM ഗോപകുമാർ, സച്ചിൻ പ്രകാശ്, ഹസൻ കല്ലുംപുറം, PS സഹല, മഹിമ സതീഷ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ കേരള സ്റ്റോറി അവതരിപ്പിക്കപ്പെട്ട അതിൻ്റെ നിർമ്മാതാക്കളും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി കടന്നു വന്ന സംഘപരിവാരത്തിന് തെറ്റുപറ്റിപ്പോയി. ഈ ഭാവന തിയേറ്ററിന്റെ ഉടമയടക്കം കേരള സ്റ്റോറിയിൽ പ്രദർശിപ്പിക്കില്ല എന്ന് കേരളത്തിൽ പ്രഖ്യാപിക്കുന്നു. അതുപോലെ നാടൊന്നായി മാറുന്നു. ഈ നാടിനകത്ത് ഒരിക്കൽ നിരോധിക്കപ്പെട്ടു പോയ സംഘടന അവരുടെ രാഷ്ട്രീയം കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഉള്ളിലേക്ക്, ജനങ്ങളുടെ തലച്ചോറിലേക്ക് വിഷം കുത്തിവെക്കുന്നതിന് വേണ്ടി അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളിലേക്ക് കുത്തിവെക്കുന്ന ആ വിഷത്തെയാണ് നമ്മൾ ഈ നാടിനകത്ത് തടയാൻ തീരുമാനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെയാണ് ബഹിഷ്കരിക്കണമെന്ന് പറയാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവൃത്തികളുടെ പുരോഗതി മുരളി പെരുന്നെല്ലി MLA പദ്ധതി പ്രദേശം സന്ദർശിച്ച് വിലയിരുത്തി. തൃശൂർ ജില്ലയിലെ കോൾനിലങ്ങളിൽ ഉപ്പുവെള്ള ഭീഷണി തടയുന്നതിനും മഴക്കാലത്ത് അധികം വരുന്ന ജലം കായലിലേക്ക് ഒഴുക്കിവിടുന്നത് നിയന്ത്രിക്കാനുമായാണ് ഇടിയഞ്ചിറ റെഗുലേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ദ്രവിക്കുകയും പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ 5.04 കോടി എസ്റ്റിമേറ്റിൽ റെഗുലേറ്റർ പുതുക്കിപ്പണിയാൻ പദ്ധതി ആവിഷ്കരിച്ചത്. ഷട്ടർ ഇപ്പോൾ മോട്ടോർ ഘടിപ്പിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പ്രവർത്തിപ്പിക്കാവുന്ന വിധത്തിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി നിർമ്മാണത്തിനു വേണ്ടി താൽക്കാലികമായി കെട്ടിയ തടയണകൾ പൊട്ടിക്കേണ്ടി വന്നു. പിന്നെ മഴ മാറി വീണ്ടും അത് പുനർനിർമ്മിച്ചാണ് നിലവിൽ പ്രവൃത്തികൾ നടന്നുവരുന്നത്. പദ്ധതിയുടെ നിർമ്മാണവുമായി ചില തൽപരകക്ഷികൾ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായി MLA പറഞ്ഞു. കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ ഷട്ടറുകൾ ദ്രവിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗവൺമെൻറ് 8 കോടി എസ്റ്റിമേറ്റിൽ ഈ ഇടിയഞ്ചിറ റെഗുലേറ്റർ പുതുക്കി പണിയാൻ തീരുമാനിച്ചത്. മുമ്പ് മാനുവൽ വർക്കിംഗാണ് നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ മോട്ടോർ ഘടിപ്പിച്ച് മെക്കാനിക്കലായി തന്നെ ഷട്ടർ നിമിഷങ്ങൾക്കുള്ളിൽ തുറക്കാൻ കഴിയത്തക്ക നിലയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നിർമ്മാണം തുടങ്ങി കാലങ്ങളേറെയായിട്ടും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തവർ ഇലക്ഷൻ അടുത്തപ്പോൾ മാധ്യമങ്ങളെ കൂട്ടിവന്ന് നാടകം കളിക്കുകയാണ്. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പദ്ധതി ആകമാനം തന്നെ അപകടത്തിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇത്തരക്കാർ നടത്തുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. പിന്നെ മഴ മാറി വീണ്ടും അത് നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ പണി നടന്നു വരുന്നത്. അനാവശ്യമായി ഇത് ഒന്നും നടക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ ചില തൽപര കക്ഷികൾ ഇവിടെ വന്ന് മാധ്യമങ്ങൾക്ക് ഔദ്യോഗികം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഏതൊരു പ്രവൃത്തിയുടെയും അവസാന ഘട്ടം ഇതുവരെ നിർമ്മാണം തുടങ്ങിയ കാലങ്ങളേറെയായി ഈ കാലയളവിലൊന്നും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തവർ നിർമ്മാണ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വെള്ളം ചോർന്നു പോകും, കരിങ്കലിനുള്ളിൽ കൂടി തുടങ്ങിയിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി ആകമാനം തന്നെ അപകടത്തിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള എസ്റ്റിമേറ്റ് പ്രകാരമല്ല ഈ പണി നടക്കുന്നത് എന്ന് പറയാനുള്ള എസ്റ്റിമേറ്റ് പ്രകാരമല്ല പണി. ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂഹി സിംഗ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ C അതുൻ, ജനപ്രതിനിധികൾ, മറ്റ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ, കരാറു കമ്പനിയുടെ മാനേജർ ഇബ്രാഹിം തുടങ്ങിയവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. മറ്റു കാലാവസ്ഥാ വ്യത്യാസങ്ങളില്ലാത്ത സാഹചര്യത്തിൽ മാർച്ച് 15-നകം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം മോഷണം പോയ ഭണ്ഡാരം ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ക്ഷേത്രത്തിന് മുന്നിലുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ടുപറമ്പിലാണ് ഭണ്ഡാരം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് പരിസരവാസികൾ ഭണ്ഡാരം കണ്ടത്. 2 അടിയോളം വലിപ്പമുള്ള സ്റ്റീൽ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് കാണിക്കപ്പണം കവർന്നിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. തിടപ്പള്ളി വഴി അകത്തു കടന്ന മോഷ്ടാക്കൾ ശ്രീകോവിലിന് മുന്നിൽ വെച്ചിരുന്ന ഭണ്ഡാരം എടുത്തുകൊണ്ടു പോവുകയായിരുന്നു. മറ്റൊരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർക്കാനും ശ്രമം നടന്നിരുന്നു. 2 പേർ മുഖം മറച്ച് ഭണ്ഡാരം എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതപ്പെടുത്തുന്നതിനിടെയാണ് ഭണ്ഡാരം കണ്ടെത്തിയത്.
ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവത്ര മോഹനന്റെ 32ാമത് രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് AP അനിൽകുമാർ MLA ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ, DCC സെക്രട്ടറിമാരായ ജോസഫ് ചാലിശ്ശേരി, MB ഹൈദരാലി, CA ഗോപപ്രതാപൻ, KD വീരമണി, KP ഉമ്മർ, UDF കൺവീനർ ഷാനവാസ് തിരുവത്ര തുടങ്ങിയവർ സംസാരിച്ചു. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് നടത്തി. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ഹിയറിംഗ് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഷ്കർ അറക്കൽ അധ്യക്ഷനായി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് BPO വർഗീസ് CA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ വിബിഷ പ്രസാദ് റിപ്പോർട്ട് അവതരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ്, ബ്ലോക്ക് മെമ്പർമാരായ അബൂബക്കർ കുന്നംകാട്ടയിൽ, സുബൈദ പാലക്കൽ, വാർഡ് മെമ്പർ ശോഭ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. MG NR EGS KVBG മറുപടി പ്രസംഗം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ സ്വാഗതവും വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് റയീസ് നന്ദിയും പറഞ്ഞു. യശശരീരനായ പ്രസിദ്ധ സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ ഗേഹമായ കിരാലൂരിലെ മാടമ്പ് മനയിൽ നാടകമൊരുങ്ങുന്നു. ഞായറാഴ്ച സംഗീത നാടക അക്കാദമി നാട്യഗ്രഹത്തിലാണ് നാടകാവതരണം. KS പ്രതാപന്റെ സംവിധാനത്തിൽ എൻക്ലേവ് തിയേറ്റർ കളക്ടീവിന്റെ ബാനറിൽ മലയാളിയുടെ പ്രവാസ ജീവിതം പശ്ചാത്തലമാക്കി തുപ്പേട്ടൻ രചിച്ച തനുതുലാവണം എന്ന നാടകമാണ് ഒരുങ്ങുന്നത്. സിനിമയിലും നാടകത്തിലും ഒരുപോലെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരാണ് നാടകത്തിൽ പങ്കെടുക്കുന്നത്. സുധി വട്ടപ്പിന്നി, സുനിൽ സുഖദ, KS പ്രതാപൻ, രാംകുമാർ, KB ഹരി, സഞ്ജു മാധവ്, രാജൻ പൂത്തുറയ്ക്കൽ, സുരേഷ് മുട്ടത്തി, മേബി, ബിനി, സന ബാപ്പു, ശ്യാം കാർഗോസ്, ശിവാനന്ദൻ കുറ്റിപ്പാല, വൃന്ദമോൾ, സത്യൻ എടത്തറ, പ്രശോഭ് തുടങ്ങി 20ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. ഞായറാഴ്ച സംഗീത നാടക അക്കാദമി ബ്ലാക്ക് ബോക്സ് തിയേറ്ററിൽ വൈകിട്ട് 5നും 7നും 2 അവതരണങ്ങളാണ് ഉണ്ടാവുക. നാടകാവതരണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അണിയർ പ്രവർത്തകർ അറിയിച്ചു. പുന്നൂർകുളം പഞ്ചായത്ത് സംഘടിപ്പിച്ച ശുചിത്വ പഠനോത്സവം പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പാഴ്വസ്തു പരിപാലനം ഹരിത സാങ്കേതിക പ്രക്രിയയിലൂടെ എന്ന മുദ്രാവാക്യമുയർത്തി പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ NJ ജെയിംസ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് കുട്ടികൾക്ക് ക്ലാസ് നയിച്ചു. കടിക്കാട് സ്കൂൾ, രാമരാജ, ചെറായി UP സ്കൂളിൽ നിന്നുള്ള ഹരിതസേന ക്ലബ് അംഗങ്ങൾ പങ്കെടുത്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C ജയന്തി, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചെറായി ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ മനോഹിത് സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ് നന്ദിയും പറഞ്ഞു. പഠനോത്സവത്തോടനുബന്ധിച്ച് ഹരിത എക്കോസെൻസ് സ്കോളർഷിപ്പ് വിതരണവും നടന്നു. MP അബ്ദുൾ സമദ് സമദാനി MPയുടെ വികസന ഫണ്ടിൽ നിന്നും ചാലിശ്ശേരി അറക്കൽ സെന്ററിൽ അനുവദിച്ച മിനി മാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ നിർവഹിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹുസൈൻ പുളിയഞ്ഞാലിൽ, റസാഖ് പുളിയഞ്ഞാലിൽ, യൂസഫ് പണിക്കവീട്ടിൽ, K ബാബു നാസർ, PM അബ്ദുറഹ്മാൻ, സിദ്ദിഖ് ഔങ്ങാട്ടിൽ, ഡോക്ടർ മുരുകദോസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 11ാം വാർഡ് മെമ്പർ സജീഷ് കളത്തിൽ സ്വാഗതവും റിയാസ് മൊയ്തീൻ നന്ദിയും പറഞ്ഞു. വർഷങ്ങളായി തകർന്ന് യാത്രായോഗ്യമല്ലാതായ വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. ടെൻഡർ എടുക്കാത്ത റോഡ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങളെ വിഡ്ഢിയാക്കിയ MLAയും ഇവിടുത്തെ സഖാക്കളും ജനങ്ങളോട് മാപ്പ് പറയണം. ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന ഇവരുടെ കോപ്രായങ്ങൾ മുഴുവൻ തിരിച്ചറിയാനുള്ള ബോധമുള്ള ആളുകളാ കടങ്ങോട് തിപ്പിലശ്ശേരി ഈ റോഡിലൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ. കുറെ കാലമായിട്ട് ഇവിടുത്തെ കോറി കമ്പനികളാണ് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡിന്റെ മെയിന്റനൻസ് നടത്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ വന്നതിന് ശേഷം അതും അടച്ചുപോയപ്പോ കുറെ വർഷമായിട്ട് ഇതിന്റെ മെയിന്റനൻസ് പണി നടക്കുന്നില്ല എന്ന് നമുക്കൊക്കെ മനസ്സിലാവുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കി ജനങ്ങളുടെ യാത്രാദുരിതത്തിന് പരിഹാരം കാണണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഉപവാസ സമരത്തിന് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷനായി. DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, DCC സെക്രട്ടറി PS സുനീഷ്, ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PN വിഷയകുമാർ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയ്കുമാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു,
മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈനി ടീച്ചർ, MP സിജോ, റഹീം ആദൂർ, ബാലകൃഷ്ണൻ കടങ്ങോട് തുടങ്ങിയവർ സംസാരിച്ചു. ജോസ് ചിറ്റ്ലപ്പിള്ളി, ജെസി വിൽസൺ, വാർഡ് മെമ്പർമാരായ സൈബുനിസ ഷർഫു, പ്രകാശൻ പേങ്ങാട്ടുപാറ, അശോകൻ വെള്ളത്തേരി, കുമാരി മുരളി, ബാഹിയദ്രി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളർക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് അറിയിച്ചു. 3 തവണ ടെൻഡർ നടപടികൾ നടത്തേണ്ടി വന്നതാണ് നിർമ്മാണ പ്രവൃത്തികൾ വൈകാൻ കാരണം. ഹമീദ് ഖാൻ എന്ന കോൺട്രാക്ടറാണ് ഇപ്പോൾ ടെൻഡർ എടുത്തിട്ടുള്ളത്. നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്നും AC മൊയ്തീൻ MLAയും പഞ്ചായത്ത് ഭരണസമിതിയും ഇതിനാവശ്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വെള്ളർക്കാട് തിപ്പിലശ്ശേരി റോഡ് പ്രവൃത്തിയുടെ ടെൻഡർ ബഹുമാനപ്പെട്ട AC മൊയ്തീൻ MLAയുടെ ഫണ്ടിൽ നിന്ന് 4.5 കോടി രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ റോഡ് പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. വെള്ളർക്കാട് തിപ്പിലശ്ശേരി റോഡും ടെൻഡർ ചെയ്തിട്ടുണ്ട്. റോഡിന്റെ ടെൻഡറിൽ അദ്ദേഹം ടെൻഡർ വെച്ചിട്ടുണ്ട്. ആ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് റോഡ് ഉടനെ തന്നെ പണി തുടങ്ങാൻ ആവശ്യമായ നടപടി ഉടനെ ആരംഭിക്കും. ഉടനെ തന്നെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കും. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരത്തോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയും ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 12 വരെയും പട്ടാമ്പി കുന്നംകുളം റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പട്ടാമ്പി കുന്നംകുളം റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും പെരിങ്ങോട് കോതച്ചിറ വഴി ഒറ്റപ്പിലാവെത്തി തിരിച്ചു പോകേണ്ടതാണ്. ചങ്ങരംകുളം ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കല്ലുംപുറം റോഡ് വഴി പൊന്നാനി തൃശൂർ ഹൈവേയിൽ പ്രവേശിച്ചു പോകേണ്ടതുമാണെന്ന് ചാലിശ്ശേരി പോലീസ് അറിയിച്ചു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ചാലിശ്ശേരി മുക്കൂട്ട അങ്ങാടി കല്ലുംപുറം റോഡ് മുതൽ മെയിൻ റോഡ് സെന്റർ വരെ 4 കിലോമീറ്റർ ദൂരം കരിപ്പാലീസ് ന്യൂ ലൈറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിന് ഇരുവശത്തും LED വൈദ്യുതി ദീപാലങ്കാരങ്ങൾ പ്രകാശിച്ചു. പൂരത്തലേന്ന് ശനിയാഴ്ചയും പൂര ദിവസം ഞായറാഴ്ചയും ലൈറ്റുകൾ പ്രകാശം പരത്തും. ദീപാലങ്കാരങ്ങൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. കമ്മിറ്റി പ്രസിഡന്റ് ശശി കരിപ്പാലി, മറ്റു ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച മത്സ്യവിതരണം പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ മൊയ്തുണ്ണി, വാർഡ് മെമ്പർമാരായ റഷീദ്, ഷെസീന, ജിതേഷ്, ഹൈറുനീസ എന്നിവരും കർഷകരായ ആന്റണി, അബ്ദുൽ സലാം, കുഞ്ഞാലു, IB അബ്ദുറഹ്മാൻ, ഫിഷറീസ് പ്രൊമോട്ടർ CK ഗീതമോൾ എന്നിവർ പങ്കെടുത്തു. കാർപ്പിനത്തിൽപ്പെട്ട 9075 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. എരുമപ്പെട്ടി ടൗൺ സൗന്ദര്യവൽക്കരണത്തിനുള്ള 2.5 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ചു. എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിലെ ഗ്രാമീണ വായനശാല മുതൽ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം വരെ 1 കിലോമീറ്ററോളം ദൂരമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനം, യാത്രക്കാർക്കുള്ള ഫുട്പാത്തുകൾ, ക്രോസ് ഡ്രെയിനുകൾ എന്നിവ പദ്ധതിയിലുണ്ടാകും. പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ AC മൊയ്തീൻ MLA നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM സജി, സ്വപ്ന പ്രദീപ്, CPM ലോക്കൽ സെക്രട്ടറി PC അപാൽമണി എന്നിവർ സംസാരിച്ചു. ഇതിന്റെ കരാറുകാരൻ ആയിട്ടുണ്ട് ഹമീദ് ഖാൻ. സ്ഥലം അദ്ദേഹത്തിന് കൈമാറ്റം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം നഗരത്തിലെ ഒരു വന്ന് കാണുമ്പോൾ തന്നെയുള്ള ഒരു ഭംഗിയും പിന്നെ വെള്ളക്കെട്ട് ഒഴിവാക്കലും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരു പ്രധാന സെന്റർ എന്ന നിലയ്ക്ക് ധാരാളം മോട്ടോർ വാഹന തൊഴിലാളികളുണ്ട്. അവരും ഇതൊക്കെ അനുഭവിക്കുന്നതാണ്. അപ്പം ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാം എന്ന് വെച്ചാണ് ഇങ്ങനൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർ അവാർഡ് ലഭിച്ച ഗുരുവായൂർ ഇരിങ്ങപ്പുറം വില്ലേജ് ഓഫീസർ TK അനിൽകുമാറിനെ BJP കൗൺസിലർമാർ ആദരിച്ചു. കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, PM കൃഷ്ണപ്രിയ എന്നിവർ പൊന്നാട അണിയിച്ചു. മഹിളാ മോർച്ച നേതാക്കളായ ജ്യോതി രവീന്ദ്രനാഥ്, സിന്ധു ബാബു, സ്വപ്ന അനിൽ എന്നിവർ ഉപഹാരം സമ്മാനിച്ചു. ഗർഭാശയ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സർക്കാർ തലത്തിൽ പുതുതായി ഏർപ്പെടുത്തിയ HPV വാക്സിനേഷൻ ട്രെയിനിംഗ് ക്ലാസ് പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ JM റസാഖ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ
നവ്യ വിഷയാവതരണം നടത്തി. തുടർന്ന് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സരിത ക്ലാസ് എടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ KU ജയശ്രീ, വാർഡ് മെമ്പർമാരായ PM അലി, സദാനന്ദൻ മാസ്റ്റർ, മോനിഷ രജീഷ്, KH സിദ്ദിഖ്, NK ചന്ദ്രാവതി എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തും തലപ്പിള്ളി താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് KM സലീം അധ്യക്ഷനായി. തുടർന്ന് സംരംഭകർക്കുള്ള സേവനങ്ങളും രജിസ്ട്രേഷനും എന്നീ വിഷയങ്ങളിൽ കടവല്ലൂർ പഞ്ചായത്ത് വ്യവസായ വകുപ്പ് പ്രതിനിധി സൂരജ് MS ക്ലാസ് നയിച്ചു. പുന്നൂർക്കുളം കിഴക്കേ ചെറായി കൊഴപ്പാമടം ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ തന്ത്രി ശശി ഭട്ടതിരിപ്പാട്, മേൽശാന്തി നെല്ലിപ്പിള്ളി ബിജു എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. വൈകിട്ട് താലം എഴുന്നള്ളിപ്പുമുണ്ടായി. കരിപ്പോട്ട് ശിവദാസൻ, വിജയൻ കൊഴപ്പാമടം, അനിൽകുമാർ കരിപ്പോട്ട്, ചന്ദ്രൻ ഗോപി, കുമാരൻ വണ്ടിരിക്കൽ, ധനീഷ് പേങ്ങാട്ടയിൽ, ജയൻ ചൂൽപ്പുറത്ത്, അശോകൻ കാക്കരാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇസത്താണ് ഇസ്ലാം, വീണ്ടെടുപ്പാണ് റമദാൻ എന്ന ശീർഷകത്തിൽ ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ സംഘടിപ്പിക്കുന്ന ഖുർആൻ സമ്മേളനം മാർച്ച് 1 ഞായറാഴ്ച രാവിലെ 10-ന് അൻസാർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇത്തിഹാദുൽ ഉലമ സംസ്ഥാന സമിതി അംഗം അബ്ദുൾ അസീസ് അൻസാരി പൊന്മുണ്ടം ഉദ്ഘാടനം ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ പ്രസിഡന്റ് P മുനീർ അധ്യക്ഷത വഹിക്കും. റിട്ടയർഡ് അധ്യാപിക ഫാത്തിമ ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തും. ഖുർആൻ സ്വാധീനിച്ച ജീവിതം, ഖുർആൻ പഠനത്തിന്റെ മഹത്വം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഖുർആൻ സമ്മേളനം നടക്കുക. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് പറക്കാടുള്ള മൊടാട്ടുകുന്ന് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷയായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ലെനിൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സനൽ കുന്നത്തുള്ളി, ആസൂത്രണ സമിതി അംഗം PA ഷൈൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രുതി, VA പ്രമോദ്, ശ്രീകുമാർ വാഗ, TK സഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. മുരളി പെരുന്നെല്ലി MLAയുടെ 2024-25 വർഷത്തെ ആസ്തി വികസന പദ്ധതിയിൽ നിന്നും അനുവദിച്ച 11.5 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയാണ് മൊടാട്ടുകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത്. ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആറ്റുപുറം ഇമ്രാൻ ഹൌസിൽ നടത്തിയ ഇഫ്താർ സംഗമത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുള്ള കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പരൂർ മഹല്ല് ഖത്തീബ് അഹമ്മദ് കബീർ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. രക്ഷാധികാരി ചോ മുഹമ്മദ് ഉണ്ണി, അമേരിക്കൻ എഴുത്തുകാരൻ അബ്ദുൾ പുന്നയൂർകുളം, വാർഡ് മെമ്പർ അനിത ധർമ്മൻ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഗീത ടീച്ചർ, വൈസ് പ്രസിഡന്റ് ഷെരീഫ് പാണ്ടോത്തയിൽ, ട്രഷറർ നീലിമ ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി ഇമ്രാൻ ഹൈദർ, ബുഷറ തുടങ്ങിയവർ നേതൃത്വം നൽകി. മികച്ച സ്റ്റേറ്റ് NSS പ്രോഗ്രാം കോർഡിനേറ്റർക്കുള്ള പുരസ്കാരം 3-ാം തവണയും ചാലിശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ ഡോക്ടർ P രഞ്ജിത്തിന്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിൽ നിന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങി. സംസ്ഥാനത്തെ മികച്ച നാഷണൽ സർവീസ് സ്കീം വകുപ്പിനുള്ള പുരസ്കാരം VHSCക്കും ലഭിച്ചു. കഴിഞ്ഞ മാസം സ്ഥാനത്ത് നിന്നും ഇറങ്ങിയെങ്കിലും വ്യക്തിപരമായി 18 വർഷത്തെ NSS ജീവിതത്തിൽ സ്കൂൾ പ്രോഗ്രാം ഓഫീസർ എന്ന നിലയിൽ 2 തവണയും സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന നിലയിൽ 3 തവണയും സംസ്ഥാന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 15,100 രൂപ, പവന് 1,20,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 295 രൂപ. ചരമം മറ്റം ഇമ്മട്ടി തോമ മകൻ ആൻഡോ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തി. ശോഭന ഭാര്യയാണ്. ആകാശ്, അഞ്ജു എന്നിവർ മക്കളാണ്. മഴുവഞ്ചേരി ചിരിയങ്കണ്ടത്ത് ബാബു മകൻ സെബിൻ നിര്യാതനായി. 27 വയസ്സായിരുന്നു. സംസ്കാരം എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ജോളി മാതാവും എബിൻ ബാബു, ജസ്മി, എൽജോ എന്നിവർ സഹോദരങ്ങളുമാണ്. കുന്നംകുളം രാജാ ഹോട്ടൽ ഉടമ പരേതനായ നീണ്ടൂർ അയ്യപ്പുവിന്റെ ഭാര്യ തങ്കം നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ശ്മശാനത്തിൽ നടത്തി. സൗദാമിനി, ലളിത, സഹദേവൻ, ഗിരീഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ക്ഷേത്രോത്സവം ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. 3-ാം തവണയാണ് രവികൃഷ്ണൻ ആനയോട്ടത്തിൽ ജേതാവാകുന്നത്. ആചാരപ്പെരുമയോടെ ക്ഷേത്രത്തിൽ ആനയില ശിവേലി നടത്തി.
കുന്നംകുളത്തിന്റെ വികസന ചരിത്രത്തിൽ പുത്തൻ നാഴികക്കല്ലായി മാറുന്ന താലൂക്ക് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 3-ന് റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കും. 2016-ൽ പ്രഖ്യാപിച്ച താലൂക്കിനെ ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഫീസ് സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. യശശരീരനായ പ്രസിദ്ധ സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ ഗേഹമായ കിരാലൂരിലെ മാടമ്പ് മനയിൽ നാടകമൊരുങ്ങുന്നു. ഞായറാഴ്ച സംഗീത നാടക അക്കാദമി നാട്യഗ്രഹത്തിലാണ് നാടകാവതരണം. KS പ്രതാപന്റെ സംവിധാനത്തിൽ എൻക്ലേവ് തിയേറ്റർ കളക്ടീവിന്റെ ബാനറിൽ മലയാളിയുടെ പ്രവാസ ജീവിതം പശ്ചാത്തലമാക്കി തുപ്പേട്ടൻ രചിച്ച തനതുലാവണം എന്ന നാടകമാണ് അരങ്ങിലെത്തുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.